സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നല്ല സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ ശർക്കര ഒന്ന് മെൽട്ടായിട്ട് വരുന്നത് വരെ മിക്സ് ആക്കി കൊടുക്കാം ട്ടോ. ഇതുപോലെ ശർക്കര എല്ലാം മെൽട്ടായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് ഇനി ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1.5 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാം. പക്ഷേ ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല ട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ ബാറ്റർ നമുക്ക് കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതുപോലെ കലക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒരു 1/4 കപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് 1.5 കപ്പ് ചേർത്തിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ കലക്കി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിനി ഇത് മൂടി വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, ജസ്റ്റ് നമ്മൾ ഈ എണ്ണ ചൂടാക്കുന്നത് വരെ മാത്രം മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിലാണ് ഇഷ്ടമെങ്കിൽ ഓയിൽ എടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലോണം ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ മാവിൽ നിന്ന് കുറച്ചായിട്ട് ഇതിലേക്ക് നുള്ളിയിട്ട് കൊടുക്കാം. ഇങ്ങനെ കുട്ടിയായിട്ട് ഉണ്ടാക്കുമ്പോൾ കാണാനും നല്ല രസമുണ്ടാകും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെല്ലാം നല്ലോണം കുക്കായിട്ട് വരും ചെയ്യും. ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം നമ്മൾ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നിറയെ നമ്മൾ മാവ് ഇട്ടതിന് ശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നന്നായിട്ട് വീർത്ത് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡും ഒരുപോലെ തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഒരു സൈഡ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എല്ലാ സൈഡും ഒരേപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അധികം ഓയിലൊന്നും കുടിക്കാത്ത ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ചായ തണുക്കുന്ന സമയം കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.